ക്യാമ്പസുകളിലെ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, വിവാഹം വേണ്ട, അതൊക്കെ വലിയൊരു ഉത്തരവാദിത്തമാണ്. പിന്നെ ഞാനൊരു അടിമയായി പോകും അവന്റെ മുമ്പിൽ. അതുകൊണ്ട് തുല്യനീതി, ഈ ക്വാളിറ്റി ഉണ്ടെങ്കിലേ ഞാൻ വിവാഹത്തിന് ആഗ്രഹിക്കുന്നുള്ളൂ. അത് പറഞ്ഞാൽ ഞാൻ അവളോട് പറയും, അവൾ എന്നോട് പറയും, അവള് പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നു, ഞാൻ പറഞ്ഞാൽ അവള് കേൾക്കുന്നു. അതിനൊന്നും ഇസ്ലാം എതിർത്തിട്ടില്ല. പക്ഷേ പറയുന്നത് എന്താകണം? ഒരു ഭർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം, ഒരു ഭാര്യയ്ക്ക് നൽകേണ്ട സ്ഥാനം കൊടുക്കണം, ഒരു മാതാവിനും പിതാവിനും കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം, മക്കളെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കണം. ഇങ്ങനെയുള്ള നന്മ നിറഞ്ഞ ഒരു പൂന്തോട്ടത്തിലെ വ്യത്യസ്തമായ പുഷ്പങ്ങൾ വ്യത്യസ്ത കളറുകളിൽ നിന്ന് ആനന്ദം നൽകുന്നത് പോലെ വാപ്പയും ഉമ്മയും അവിടുത്തെ മക്കളും അവിടുത്തെ അനിയന്മാരും അനിയത്തിമാരും എല്ലാവരും ചേർന്ന് ആ കുടുംബം ഇങ്ങനെ സുഗന്ധം ലോകത്തിന്റെ മുമ്പിലേക്ക് പരത്തുന്നതായി മാറണം. അതിനാകട്ടെ ഇവിടെ നടന്ന സംസാരങ്ങൾ ഉപകാരപ്പെടുന്നത് പിണങ്ങി നിൽക്കുന്നവർ, തെറ്റി നിൽക്കുന്നവർ, നിസ്സാരമായ കാരണങ്ങൾക്ക് വേണ്ടി ഭർത്താവിനോട് മിണ്ടാതിരിക്കുന്നവർ, ഭാര്യയോട് മിണ്ടാതിരിക്കുന്നവർ, ജേഷ്ഠാനിയന്മാർ മിണ്ടാതിരിക്കുന്നത്, ഒരു പെരുന്നാൾ കഴിഞ്ഞു അടുത്ത പെരുന്നാൾ വരാനായി കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് തന്റെ അയൽവാസിയോട്, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് അയൽവാസിക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ ജേട്ടനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അനുജനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഉപ്പയെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഉമ്മയെ ഒന്ന് ചേർത്ത് പിടിക്കാൻ മനസ്സ് സമ്മതിക്കാത്ത കരിമ്പാറ പോലെ ഉറച്ചുപോയ ആളുകളാണോ നമ്മളെന്ന് ആത്മാർത്ഥമായി നമ്മുടെ മനസ്സുകളോട് ചോദിക്കണം. അള്ളാഹു ചിന്തിപ്പിക്കുന്ന, ആലോചിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോ, ഹദീസുകൾ കേൾക്കുമ്പോ, ചരിത്രങ്ങൾ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിനെയും ചിന്തിക്കാൻ പറ്റുന്ന, ആലോചിക്കാൻ പറ്റുന്ന പാകത്തിലാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.